സ്നാനമാണ് സ്നാനം. അപ്പോസ്തലന്റെ മുമ്പത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനം കിട്ടി. മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്നാനം. യേശു പറയുന്നത് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. രണ്ടാമത് വിശ്വസിച്ചവരാണ് സ്നാനം എടുത്താൽ. മൂന്നാമത് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം കേട്ട് യേശുവിന്റെ ശിഷ്യരാകണം. യേശുവിന്റെ ശിഷ്യരായിട്ട് വേണം കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കുന്നവർ, ആമേൻ, മാനസാന്തരപ്പെടുന്നവർ, യേശുവിനെ ഏറ്റുപറയുന്നവർ, യേശുവിന്റെ ശിഷ്യന്മാരായിത്തീരുന്നവർ, ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ യാതൊരു വ്യക്തിയിൽ ഉത്ഭവിക്കുന്നുവോ അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ആ വ്യക്തി പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി തന്നെ സ്നാനപ്പെടുക. അല്ലാതെ വേദവസ്തം നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല. വേദവസ്തയെ മാറ്റിക്കുറിക്കുവാൻ സാധ്യമല്ല. ദൈവം പഠിപ്പിക്കുന്ന ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസം വരികയില്ല. ആരെങ്കിലും ഒരു വള്ളിയോ പുള്ളിയോ മാറ്റുന്നുവെങ്കിൽ ദൈവം അവനെയും തന്റെ രാജ്യത്തിൽ നിന്ന് മാറ്റിക്കളയും. ദൈവം തന്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കളയും. ഹല്ലേലൂയ, സ്തോത്രം. ആരെയും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയമക്കളെ, സ്നാനം ഒന്നേ ഉള്ളൂ. അത് വിശ്വാസ സ്നാനം. അത് വിശ്വസിച്ച് കർത്താവ് വെള്ളത്തിൽ ഇറങ്ങിയുള്ള സ്നാനം. അത് മുങ്ങിയുള്ള സ്നാനം. അത് നിസ്സാരമെന്ന് വേണ്ടി തോന്നാം, പക്ഷേ അതിന്റെ അനുഗ്രഹങ്ങൾ ആയിരക്കണക്കണം. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ അവൻ സ്നാനപ്പെടുന്നു. പക്ഷേ അതൊരു സ്നാനം, അവനൊരു ബദലാണ്. നിങ്ങൾക്കറിയാവുന്ന സ്നാനം ബദൽ അവനെ സംരക്ഷിക്കണമെന്നാണ് സ്നാനം. ദൈവത്തിന്റെ സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവിടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. 29-ാം വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. വെള്ളങ്ങളുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. നോക്കുക, സ്നാനം മതിലാണ്. സ്നാനപ്പെട്ട ദൈവങ്ങളെ സംരക്ഷിക്കുന്ന മതിലാണ് സ്നാനം. സ്നാനം നിസ്സാര കാര്യമല്ല. സ്നാനം സഭയിൽ അംഗത്വം സ്വീകരിക്കാനല്ല. സ്നാനം സഭയിൽ വെച്ച് കല്യാണം കഴിക്കുവാനല്ല. സ്നാനം സഭയുടെ അടക്കം ചെയ്യുവാനല്ല. സ്നാനം യേശുവിനോട് ചേരുവാനാണ്. സ്നാനം യേശുവിനെ ധരിക്കുവാനാണ്. സ്നാനം യേശുവിന്റെ പ്രിയ മക്കളായി തീരുവാനാണ്. സ്നാനം ദൈവപ്രസാദം ലഭിക്കുവാനാണ്. സ്നാനം വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന സ്നാനം മാത്രമല്ല, നീ മരുഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നുവോ, ഈ ലോകത്തിൽ എത്ര കാലം നിങ്ങളെ കായ്തരുന്നുവോ, അത്രയും കാലം സ്നാനം എന്ന സംരക്ഷണ മതില് നിന്നെ കാത്തുകൊള്ളും. ഒരു ദുഷ്ടൻ ഇതിനകത്ത് കയറി ഈ മതിലിൽ പ്രവേശിക്കാൻ ദൈവം സമ്മതിക്കില്ല. സ്നാനം വിലയേറപ്പെട്ട ഒരു കാര്യമാണ്. ആകയാൽ പകർക്കാരൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമല്ലേ, ഈ മകനീയമായ ശുശ്രൂഷ സ്വീകരിപ്പാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവവചനത്തെ ഇല്ലായ്മ ചെയ്യരുത്. ദൈവവചനത്തെ മാറ്റിക്കുറിക്കരുത്. ദൈവവചനത്തെ കോട്ടിക്കളയരുത്. ദൈവത്തിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുകയാണ്. അതിനെ മാറ്റി എഴുതുവാൻ മനുഷ്യരെ അവകാശം കൊടുത്തിട്ടില്ല. അതിനെ മാറ്റുവാൻ ശ്രമിച്ചവരെല്ലാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അതിനെ മാറ്റുവാൻ ഏതെല്ലാം രാഷ്ട്രങ്ങൾ അത് തുനിഞ്ഞുവോ ആ രാഷ്ട്രങ്ങളെ ദൈവം ഭൂമണ്ഡലത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ വചനത്തെ ഭൂമിയിൽ നിന്ന് അശേഷം നശിപ്പിക്കുവാൻ ഏതെല്ലാം രാജാക്കന്മാർ ഇറങ്ങി തിരിച്ചുവോ ആ രാജാക്കന്മാർ അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു തകർത്തു കളഞ്ഞു. പക്ഷെ യേശുവിന്റെ വചനം ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്, മാറ്റമില്ലാത്തതായി. ആ മാറ്റമില്ലാത്ത വചനത്തെ സ്തോത്രം നീ അനുസരിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ ഈ ലോകത്തിൽ സന്തുഷ്ടിയോടെ നടത്തും. അതിനായി സ്നാനം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പന അനുസരിക്കുവാൻ എന്ന് കേൾക്കുന്ന ദൈവവേദനെ ഇന്ന് പകൽക്കാരനെ ഏൽപ്പിച്ചുകൊണ്ട് സ്നാനം സ്വീകരിച്ച് യേശുവിനെ ധരിച്ചു കൊടുക്കുക. കർത്താവിനെ സംരക്ഷിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ. സ്നാനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ മുഖ്യ വിഷയമാണ്. പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. സ്നാനം തളിപ്പല്ല, സ്നാനം കോരിയടിച്ചല്ല, സ്നാനം കൊടിക്കീഴിലല്ല. സ്നാനം എന്റെ കർത്താവിന്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയാണ്, അത് മുങ്ങിയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. നന്ദി. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം
ഞങ്ങളുടെ മക്കൾ ഏൽപ്പിച്ചു തന്നുള്ള കർത്താവേ, ആ വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് മകളിലടിയിലെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ വിശ്വസിച്ചവർ, സ്നാനം ശിശുക്കൾക്കുള്ളതല്ലോ, സ്നാനം മുതിർന്നവർക്കുള്ളതല്ലതപ്പാ, സ്നാനം അരിമരക്ഷകനെ വിശ്വസിക്കുന്നവർക്കുള്ളതാണല്ലോ. ഇന്ന് മകൾ കാലം ആയിരങ്ങൾ വിശ്വസിച്ച് അരിമരക്ഷകനെ സ്വന്തം രക്ഷകമായി ശ്രമിച്ച് സ്നാനപ്പെട്ട് അവിടുത്തെ അദൃശ്യമായ സഭയിൽ അംഗങ്ങളായി തീർന്നു രാജ്യത്തിന്റെ അവകാശികളാക്കി സഹായിക്കണം. നിങ്ങൾ താഴ്ത്തുന്ന കർത്താവേ, ഈ സ്വരൂപമൊരുക്കിയ ഗോസ്ബൽ മിഷൻ ഗൃഹനായി സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷയെ മാനിക്കണമേ. ആയിരങ്ങൾ പതിനായിരങ്ങൾ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിൽ ഇടയാക്കണമേ. ഇന്ന് മകളിലൂടെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു വഴിയിൽ അവസരം നൽകിയല്ലോ, നന്ദി. അങ്ങനെ നാം മഹത്വത്തിനായിട്ട് കൃപ ചെയ്യും. ആയിരങ്ങളെ രക്ഷയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് സഹായിച്ചാട്ട് സകലമായ മഹത്വത്തിന് എടുക്കണം. യേശുവിൻ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.